ഹലോ വെൽക്കം ടു പെപ്പ്. ഐ എം ജന ബഷീർ. നമ്മൾ നെർവസ് സിസ്റ്റം ആണ് പാർട്ട് 3. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്തു നെർവസ് ടിഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ന്യൂറോൺസും നെർവ്സും നെർവ് ഫൈബേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. സോ നമുക്കിനി പാർട്ട് 3 നോൺ നെർവസ് ടിഷ്യൂസിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോൺ നെർവസ് ടിഷ്യൂസ് മെയിൻലി ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ന്യൂറോഗ്ലിയ ഉണ്ട്, രണ്ട് മെനിഞ്ചസ് ഉണ്ട്, മൂന്നെന്ന് പറയുന്നത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്, നാലെന്ന് പറയുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. ഇങ്ങനെ 4 എണ്ണമാണ് നോൺ നെർവസ് ടിഷ്യൂസ് ഉള്ളത്. നോൺ നെർവസ് ടിഷ്യൂസിലെ ഫസ്റ്റ് വൺ ന്യൂറോഗ്ലിയനെ കുറിച്ച് നമുക്ക് അറിയാം. ന്യൂറോഗ്ലിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ്. ന്യൂറോഗ്ലിയ ഗ്ലൂ എന്നുള്ള മീനിങ് ഉള്ള ഒരു ഗ്രീക്ക് വേർഡാണ് ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ന്യൂറോൺസിനെ സ്കഫോൾഡ് ചെയ്ത് വെക്കും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫങ്ഷൻസ് ന്യൂറോൺസ് നടത്തുമ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനും സ്കഫോൾഡ് ആക്കാനും ആയിട്ടുള്ള ഒരാളാണ് ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. നോൺ ന്യൂറോണൽ സെൽസ് ദാറ്റ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് form myelin and provide support and protection for neuron in the CNS and PNS. Central nervous systemത്തിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ മൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്, അതുപോലെ സപ്പോർട്ടും പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നതും ആയിട്ടുള്ള ആളാണ് ഒരു ന്യൂറോണൽ സെൽസ് ആണ് നമ്മുടെ ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. ഈ ന്യൂറോഗ്ലിയയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയൽ സെൽസ്, എപ്പൻഡൈമൽ സെൽസ് ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയൽ സെൽസ്, എപ്പൻഡൈമൽ സെൽസ് ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇങ്ങനെ 4 എണ്ണമാണ് ന്യൂറോഗ്ലിയയിലുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഒന്നോട്ട് തുടങ്ങാം. ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചിങ് ഗ്ലിയൽ സെൽസ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ആളെ കണ്ടോ? ഈ കാണുന്ന ആളാണ് ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചിങ് വരുന്ന സെൽസ്. അതിനാണ് ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിഞ്ച് ചെയ്ത് നിൽക്കും. നമ്മൾ പറയില്ലേ ക്ലിഞ്ചിയാണ്, അവൾ ഭയങ്കര ക്ലിഞ്ചിയാണെന്ന് പറയല്ലേ, മീൻസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും. അതേപോലെ തന്നെ നമ്മൾ ആസ്ട്രോസൈറ്റ്സ് ക്ലിഞ്ച് ചെയ്ത് നിൽക്കും. അവരുടെ ന്യൂറോൺസിലേക്കും അതുപോലെ തന്നെ സിനാപ്റ്റിക് നെർവ്സിലേക്കും എൻഡിങ്സിലേക്കും ഒക്കെ ക്ലിഞ്ചായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ആസ്ട്രോസൈറ്റ്സ്. ഭയങ്കര ക്ലിഞ്ചി ആയിട്ടുള്ള ആളാട്ടോ. അവരെന്ത് ചെയ്യും? ഓൾ ഓവർ എല്ലാ കാപ്പിലറീസിലും, CNSലെ ഓൾ ഓവർ എല്ലാ കാപ്പിലറീസിലും ആരുണ്ട്? ആസ്ട്രോസൈറ്റ്സ് ഉണ്ട്. അവരായിരിക്കും നമ്മുടെ ന്യൂട്രിയൻ സപ്ലൈ ഒക്കെ ലൈൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കാനുള്ളതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ആസ്ട്രോസൈറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞു കാപ്പിലറീസിൽ ഓൾ ഓവർലി ഓരുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കാപ്പിലറീസും ന്യൂറോണും തമ്മിലുള്ള എക്സ്ചേഞ്ചുകളെ, ഇൻഫോർമേഷൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളെ നടത്താനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് റോള് ആസ്ട്രോസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ആസ്ട്രോസൈറ്റ്സ് എടുക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കെല്ലാത്തിനും ഒരു എൻവിറോൺമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോൺസിലും ഒരു കെമിക്കൽ എൻവിറോൺമെൻ്റ് ഉണ്ട്. അതെന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. ആ കെമിക്കൽ എൻവിറോൺമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യണം. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ എൻവിറോൺമെൻറ്റ്. കാരണം നമ്മളിപ്പം ഞാൻ പറഞ്ഞു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽ സബ്സ്റ്റൻസസ്, കെമിക്കൽ മെസ്സഞ്ചറാണ്. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ പിന്നെ ഇലക്ട്രിക്കൽ ഇമ്പൾസായിട്ട് മാറും. പക്ഷേ ആ ടൈമിലുണ്ടാവുന്ന കെമിക്കലായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസ് ആവുമ്പോഴുള്ള അതിനെ റീസൈക്കിൾ ചെയ്യാനും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള അയോൺസിനൊക്കെ റിമൂവ് ചെയ്യാനും സഹായിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് ഈ ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഇതിൽ 2 ആസ്ട്രോസൈറ്റ്സ് കഴിഞ്ഞാൽ ഇനി മൈക്രോഗ്ലിയൽ സെൽസ് ന്യൂറോഗ്ലിയൻ്റെ രണ്ടാമത്തെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്.
സ്മോളാണ്. അതുപോലെ തന്നെ തോണി ആയിട്ടുള്ള പ്രോസസ്സുകളാണുള്ളത്. ഈ ചുറ്റിലുള്ള സാധനം ഭയങ്കര തോണി എന്ന് പറഞ്ഞാൽ മുള്ള് പോലെയുള്ളതാണ്. അത് നൈബറിങ് ന്യൂറോൺസിനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെന്താണ്, ഈ സാധനം ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ടൈപ്പ് മാക്രോഫേജ് ആയി മാറും. ഇതാണ് മൈക്രോഗ്ലിയ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ CNS-ലായിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് ഓഫ് ന്യൂറോഗ്ലിയാസ് ഒക്കെ CNS-ലാണ് ഉള്ളത്. മൈക്രോഗ്ലിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചെറുതാണ്, ചെറുതുമാണ്, പക്ഷെ അതിന് ഒരു മുള്ള് തരം മീൻസ് ഈ ഒരു ടോൺ ടൈപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് ഉള്ളത്. അതിന് ഒരു പ്രത്യേക സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മാക്രോഫേജ് ആവാൻ പറ്റും. മാക്രോഫേജ് ആയിട്ട് നമ്മുടെ ന്യൂറോണൽ ഡെബ്രിസ് ഉണ്ടല്ലോ, ആ ഡെബ്രിസുകളൊക്കെ ഈ മാക്രോഫേജ് ക്ലിയർ ആക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ന്യൂറോൺസിൻ്റെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യാൻ, ഇഞ്ചുറീസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് ആളെങ്ങനെയാണ്, ഓക്കെ അല്ലേ, ടീക്കല്ലേ, ആളുടെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ എന്നുള്ളത് ന്യൂറോൺസിനെ മോണിറ്റർ ചെയ്യുന്ന ആളാണ് മൈക്രോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഇനി എപ്പൻഡൈമൽ സെൽസ്, മൂന്നാമത്തെ ഇതാണ് എന്ന് പറയുന്നത് എപ്പൻഡൈമൽ സെൽസ്. അനദർ ഗ്ലിയൽ സബ് ടൈപ്പാണ് CNS-ൽ വെൻട്രിക്കിൾസിൽ കാണപ്പെടുന്നതാണ്. പിന്നെ ഒരു പെർമിയബിൾ ബാരിയർ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും അതിൻ്റെ അണ്ടർലൈങ് സെൽസും തമ്മിൽ ഒരു പെർമിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു കടത്തി വിടുന്ന രീതിയിലുള്ള ബാരിയർ ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷനെ എയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് എപ്പൻഡൈമൽ സെൽസ് എന്ന് പറയുന്നത്. CSF-ൻ്റെ സർക്കുലേഷൻ എയ്ഡ് ചെയ്യുന്നത് സിലീലിയൽ ബീറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് സീലിയനെ ബെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അതിലൂടെയാണ് ഈ ഒരു സർക്കുലേഷനെ എയ്ഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ കാണണ്ടേ? ഇതാണ് എപ്പൻഡൈമൽ സെൽസ്. കണ്ടില്ലേ, എപ്പൻഡൈമൽ സെൽസ്, ഇതാണ് നമ്മുടെ എപ്പൻഡൈമൽ സെൽസ്. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. കേട്ട് പരിചയമുണ്ടോ? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന്. ചെറിയൊരു ആളെ പരിചയപ്പെടുത്തി തന്നിരുന്നു. അതെന്ന് പറഞ്ഞാൽ നെർവ് ഫൈബേഴ്സിൻ്റെ ഇതിലേക്ക് ക്ലിൻസായി മീൻസ് നെർവ് ഫൈബേഴ്സിൻ്റെ എലോങ് ആയിട്ട് നിന്നിട്ട് വ്രാപ്ഡ് ആയിട്ട് നിന്നിട്ട് മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് ഫ്യൂവർ പ്രോസസ്സുകൾ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിപ്പോൾ കണ്ടിരുന്നു അല്ലേ, ഫ്യൂവർ പ്രോസസ്സുകളുള്ളൂ. അതിങ്ങനെ നെർവ് ഫൈബേഴ്സുമായിട്ട് ലോങ് ആയിട്ട് നിന്നിട്ട് ചെയ്യുക, റാപ്പായിട്ട് നിന്നിട്ട് മൈലിൻ ഷീത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. നമ്മുടെ CNS-ലുള്ള ആളുകൾ കഴിഞ്ഞ് ഇനി PNS-ൽ ന്യൂറോഗ്ലിയാസ് ഉള്ളത് ഷോൺ സെൽസും സാറ്റലൈറ്റ് സെൽസും. ഇങ്ങനെ 2 പേരാണ് PNS-ലുള്ളത്, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ ഷോൺ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഒളിഗോഡെൻഡ്രോസൈറ്റ്സിൻ്റെയും മൈക്രോഗ്ലിയൽ സെൽസിൻ്റെയും ഒക്കെ ഫങ്ഷനിങ് പോലെ തന്നെയുള്ളൊരു ഫങ്ഷനിങ് ആണ് ഷോൺ സെൽസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മൈലിനേഷൻ കൊടുക്കുക, ആക്സോൺസിന്, PNS-ലുള്ള ആക്സോൺസിന് മൈലിനേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഫാഗോസൈറ്റോട്ടിക് ആക്ടിവിറ്റി, മൈക്രോഫാഗൽ ആക്ടിവിറ്റി പോലെ ഫാഗോസൈറ്റോട്ടിക് ആക്ടിവിറ്റി നടത്തിയിട്ട് സെല്ലുലാർ ഡെബ്രിസ്, PNS-ലുള്ള ഡെബ്രിസ് വേസ്റ്റിനെ ഇല്ലാണ്ടാക്കുക. ഇതാണ് ഷോൺ സെൽസ് ചെയ്യുക. സാറ്റലൈറ്റ് സെൽസ് രണ്ടാമത്തെ സെല്ലാണ്. ആസ്ട്രോസൈറ്റ്സിനും അതുപോലെ ആസ്ട്രോസൈറ്റ്സിനുള്ള അതേ ഫങ്ഷനിങ്, സ്മോൾ സെൽസിനുള്ള അതേ ഫങ്ഷനിങ് ആണ് നമ്മുടെ ന്യൂറോൺസ് ആയിട്ടുള്ള സെൻസറി, സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് ഗാംഗ്ലിയ ഹെൽപ്പിംഗ്, അതിൻ്റെയൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കെമിക്കൽ എൻവിറോൺമെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് സാറ്റലൈറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഹൈലി സെൻസിറ്റീവ് ടു ഇഞ്ചുറിയാണ്. ഇൻഫ്ലമേഷൻസ് അറിയാമല്ലോ, ഇൻഫ്ലമേഷൻസിനും ഇഞ്ചുറീസിനും ഹൈലി സെൻസിറ്റീവ് ആണ് സാറ്റലൈറ്റ് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പിയർ ടു കോൺട്രിബ്യൂട്ട് ടു പെത്തോളജിക്കൽ സ്റ്റേറ്റ് സച്ച് ആസ് ക്രോണിക് പെയിൻ. അത് ക്രോണിക് പെയിൻസ് എന്ന് പറഞ്ഞിട്ട് പെയിനൊക്കെ ഉള്ള അങ്ങനത്തെ ഒക്കെ പാത്തോളജിക്കൽ സ്റ്റേറ്റ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷോൺ സെൽസും സാറ്റലൈറ്റ് സെൽസും. ഇത് PNS-ലെ ന്യൂറോഗ്ലിയൽ സെൽസ്,
സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോഗ്ലിയൽ സെൽസ്, ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയ, അപ്പൻഡൈമൽ സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ നോൺ നെർവസ് ടിഷ്യൂ മെനിഞ്ചസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മെനിഞ്ചസ് ഒരുവിധം നമ്മൾ ഈ മെഡിക്കൽ ടേംസ് ഒക്കെ ആയിട്ട് ബന്ധമുള്ളവർക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. മെനിഞ്ചൈറ്റീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറയാം. ഓക്കെ, മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ 3 മെംബ്രെയിനുള്ള ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ പൊതിഞ്ഞ് എൻവലപ്പ് ചെയ്ത് നിൽക്കുന്ന 3 മെംബ്രെയിൻസ് ഉള്ള അവരുടെ ബോണി, ഈ ബ്രെയിനിൻ്റെ ബോൺ ആയിട്ടുള്ള കേസസ് ഇല്ലേ, അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ആളാണ് ആര് എന്ന് പറയുന്നത്? മെനിഞ്ചസ്. 3 മെംബ്രെയിനുള്ള ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെ ഒക്കെ ബോണി വോൾസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന 3 മെംബ്രെയിനുള്ള ആളാണ് ആര് എന്ന് പറയുന്നത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. Based on their location, meninges are referred to as cranial meninges which envelop the brain and spinal meninges which envelop the spinal cord. അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ക്രാനിയൽ മെനിഞ്ചസ് എന്നും അതുപോലെ തന്നെ സ്പൈനൽ മെനിഞ്ചസ് എന്നും പറയുന്നുണ്ട്. ക്രാനിയൽ മെനിഞ്ചസ്, നമുക്കറിയാം ബ്രെയിനാണ് എൻവലപ്പ് ചെയ്യുന്നത്. സ്പൈനൽ മെനിഞ്ചസ്, സ്പൈനൽ കോഡാണ് എൻവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഫങ്ഷന്, നമ്മുടെ മെനിഞ്ചസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പം ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും എൻവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം എൻവലപ്പ് ചെയ്ത് നിർത്തുന്നത്, ഞാനിപ്പം ഒരു വണ്ടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവരെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിർത്തുന്നത് എന്തിനാണ്? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അവർക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ ട്രോമാസ് എന്നൊക്കെ അവരെ നമ്മളിങ്ങനെ പിടിച്ച് നിർത്തും. നമ്മുടെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിപ്പിക്കുന്ന വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ണുപൊത്തി ഇങ്ങനെ പിടിച്ച് നിർത്തും. അതേപോലെ നമ്മൾ എൻവലപ്പ് ചെയ്ത് നിർത്തുന്നത് എന്തിനാണ്? മെക്കാനിക്കൽ ട്രോമാസ്, സ്പൈനൽ കോഡിനും അതുപോലെ തന്നെ ബ്രെയിനിനൊക്കെ ഉള്ള മെക്കാനിക്കൽ ട്രോമാസിനെ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിനെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പാസ് ചെയ്യാനുള്ള ഒരു കണ്ടിന്യൂസ് ക്യാവിറ്റി ആയിട്ട് നിൽക്കാനും ഒക്കെയാണ് ഈ മെനിഞ്ചസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Meninges are often involved in cerebral pathology as a common site of infection and intracranial bleeds. മെനിഞ്ചസ് എന്ന് പറയുന്നത് ഓഫ്റ്റൻ ആയിട്ട് സെറിബ്രൽ പാത്തോളജി അസുഖങ്ങൾക്കെല്ലാം ഇൻവോൾവ് ആണ്. സെറിബ്രൽ പാത്തോളജീസിലേക്ക് ഇൻവോൾവ് ആണ് എന്ന് വെച്ചാൽ ഒരു കോമൺ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ നമ്മുടെ മെനിഞ്ചസിലും ബ്രെയിനിലൊക്കെ ഉള്ള ഇൻഫെക്ഷനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അതൊരു ഡേഞ്ചർ അസുഖമാണ്. ഇത് കൺട്രോളിലായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെത്ത് വരെ കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ് മെനിഞ്ചൈറ്റിസ്. അതുപോലെ തന്നെ ഇൻട്രാക്രാനിയൽ ബ്ലീഡ്സ്, ക്രാനിയലിൻ്റെ ഉള്ളിലുള്ള ബ്ലീഡുകൾ, നമ്മളെ വെസൽസ് ബ്ലീഡ് ചെയ്തിട്ട് അത് നമ്മുടെ മൊത്തം ബ്രെയിൻ്റെ ഫങ്ഷനെയും ഇതാക്കും. അപ്പോൾ മെനിഞ്ചസിലാണ് മിക്കവാറും ഈ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഫ്രം സൂപ്പർഫിഷ്യൽ ടു ഡീപ്പ് ദ മെനിഞ്ചസ് നമ്മൾ പറഞ്ഞു 3 മെംബ്രെയിൻസ് ആണുള്ളത്. നമ്മൾ പറഞ്ഞ 3 മെംബ്രെയിൻസ് ഉണ്ട്. ഡ്യൂറാമാറ്റർ, ഫസ്റ്റത്തെ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഡ്യൂറാമാറ്റർ is the outermost layer of the meninges and is located directly underneath the bones of the skull and vertebral column. It is thick, tough and inextensible. എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ലെവൽ 1, 2, 3 ഇതിൽ ഔട്ടർ മോസ്റ്റ് ലെവലാണ് ആരെന്ന് പറയുന്നത്, ലെയറാണ് ആരെന്ന് പറയുന്നത് ഡ്യൂറാമാറ്റർ എന്ന് പറയുന്നത്. അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്കള്ളിൻ്റെ ഒക്കെ ബോണില്ലേ, അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഒക്കെ ബോണി പാർട്ടിൻ്റെ തൊട്ട് ഡയറക്റ്റ്ലി അതിൻ്റെ അടിയിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഡ്യൂറാമാറ്റർ എന്ന് പറയുന്നത്. അത് തിക്കാണ്, ടഫാണ്, ഇൻഎക്സ്റ്റെൻസിബിളുമാണ്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ആളാണ്. ഇനി അറാക്നോയിഡ് മാറ്റർ എന്ന് പറയുന്നത് is the middle layer of the meninges lying directly underneath the dura mater. It consists of layers of connective tissues, is
അവസ്കുലർ ആൻഡ് ഡസ് നോട്ട് റിസീവ് എനി ഇൻ്റർവെൻഷൻസ്. ഒരു അവസ്കുലർ ടിഷ്യൂ ആണ്, അത് കണക്റ്റീവ് ടിഷ്യൂസ് ഇൻവോൾവ്. അവസ്കുലർ എന്ന് പറഞ്ഞാൽ വാസ്കുലർ ഇതില്ല എന്നുള്ള അർത്ഥമാണ്, ബ്ലഡ് വെസൽസ് ഇല്ല. അത് പിന്നെ ഇൻ്റർവെൻഷൻസ് ഒന്നും റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇയാൾ എന്തിനാണ് അവിടെ? അതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഡ്യൂറാമേറ്ററിൻ്റെ അണ്ടറിൽ ഒരു ക്യാവിറ്റി ആയിട്ട് കിടക്കുകയാണ്. അപ്പം അണ്ടർനീത്ത് ദ ആർക്കനോയിഡ് ഇസ് എ സ്പേസ് നോൺ ആസ് സബ് ആർക്കനോയിഡ് സ്പേസ്. സബ് ആർക്കനോയിഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിലാണ് എന്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ആ ബ്രെയിനിൻ്റെ ഒരു കുഷ്യനായിട്ട് നിൽക്കുന്ന ആളാണ് ആര് എന്ന് പറയുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അത് മൂന്നാമത്തെ നോൺ നെർവസ് ടിഷ്യൂസ് ആണ്. നമ്മൾ അതിലേക്ക് വരും. ഓക്കെ, അപ്പം ഈ നമ്മുടെ ആർക്കനോയിഡ് അവിടെ അവസ്കുലർ ആണ്, കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ അയാളുടെ അണ്ടർനീത്തിലുള്ള ഒരാളാണ് സബ് ആർക്കനോയിഡ്. അതിലാണ് CSF ഉള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ലെയർ, ലാസ്റ്റ് ലെയർ പിയ മാറ്റർ ഈസ് ലൊക്കേറ്റഡ് അണ്ടർനീത്ത് ദ സബ് ആർക്കനോയിഡ് സ്പേസ്. സബ് ആർക്കനോയിഡ് സ്പേസിൻ്റെ അണ്ടർനീത്തിലായിട്ടാണ് ആര് വരുന്നത്? പിയ മാറ്റർ വരുന്നത്. അത് ഭയങ്കര തിന്നാണ്, ടൈറ്റ്ലി അദേർഡ് ടു ദ സർഫസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിൻ്റെ ഒക്കെ സർഫസിലേക്ക് ടൈറ്റ്ലി അദേർഡ് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ആളാണ് ആര്? പിയ മാറ്റർ എന്ന് പറയുന്നത്. തിന്നായിട്ടുള്ള സർഫസ് ആണ്. ഇറ്റ് ഈസ് ഓൺലി കവറിങ് ടു ഫോളോ ദ കോണ്ടോഴ്സ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിൻ്റെ ഒരു കോണ്ടോഴ്സൊക്കെ കവർ ചെയ്യുന്ന ഒരാളാണ് ഒറ്റ ഒരാളാണ് പിയ മാറ്റർ എന്ന് പറയുന്നത്. ലൈക്ക് ദ ഡ്യൂറ മാറ്റർ, ഇറ്റ് ഈസ് ഹൈലി വാസ്കുലറൈസ്ഡ് വിത്ത് ബ്ലഡ് വെസൽസ് പെർഫോറേറ്റിംഗ് ത്രൂ ദ മെംബ്രെയിൻ ടു സപ്ലൈ അണ്ടർലൈങ് ന്യൂറൽ ടിഷ്യൂസിലേക്കൊക്കെ ബ്ലഡ് എത്തിക്കുന്ന ഹൈലി വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ആളാണ് ഈ പിയ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം രണ്ട് നോൺ നെർവസ് ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചു. അത് ന്യൂറോഗ്ലിയും അതുപോലെ തന്നെ നമ്മുടെ മെനിഞ്ചസും. അങ്ങനെ രണ്ട് നോൺ നെർവസ് ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലെ നമുക്ക് ഇനി അടുത്തത് പാർട്ട് 4 ബാക്കി രണ്ട് നോൺ നെർവസ് ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ബൈ.